അതായി നമസ്കാരം. ATMന്റെ പ്രിവ്യൂ ഷോ അല്ലേ? അതെ അതെ. എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണാനായിട്ട് എക്സൈറ്റഡ് ആണ്? എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കുഞ്ഞ് സാധനമാണ്. വലിയ സിനിമയൊന്നുമല്ല, ഒരു 15 മിനിറ്റുള്ള ഒരു സാധനം യൂട്യൂബിൻ്റെ ഫോർമാറ്റിന് വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണ്. പക്ഷേ എങ്കിലും നമ്മളത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു സിനിമ പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തിയേറ്ററിൽ കാണണം, സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കാണണം, ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഇതുപോലെ ചാവറ ഒരു കൾച്ചറൽ സെൻ്റർ പോലെ ഒരു ഏരിയ, ഒരു ആംബിയൻസ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഏരിയയിൽ നമുക്ക് കാണിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായി. ഒന്ന് നോക്കാം, എല്ലാവരുടെയും റിയൽ പൾസ് അറിയണമല്ലോ. നമ്മൾ യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റുകൾ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ദൈവം അനുകരിച്ച് നന്നായിട്ട് വരട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഇത് ഫസ്റ്റ് ഡയറക്ഷൻ വെഞ്ചറാണ്? അല്ലല്ല, ഓഫ് കോഴ്സ് നമ്മൾ ഡയറക്ടോറിയൽ വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ പരുവത്തിൽ എങ്കിലും ഒരു ക്യാപ്സൂൾ സിനിമാ പരുവത്തിൽ ചെയ്യുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണെന്ന് വരില്ല. മറ്റേത് നമ്മൾ മൊബൈലിലൊക്കെ കൊറോണ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൊറോണ സമയത്ത് നമ്മളിങ്ങനെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അത് ഈവൻ ബഹുമാനപ്പെട്ട ശ്രീ ലാലേട്ടൻ്റെ പേജിൽ വരെ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം എന്ന പേരിൽ, ഒരു ക്യാപ്സ്യൂളാണെന്ന് പറയാം, ഷോർട്ട് ഫിലിം എന്നുള്ള പേരിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അങ്ങനെയല്ല, ഒരു സിനിമ പോലെ ഒരു 15 മിനിറ്റ് സിനിമ എന്ന് ഉള്ള ഒരു ആസ്പെക്റ്റിൽ ഓഫ് കോഴ്സ് വളരെയധികം ചിലവ് ചുരുക്കി വളരെയധികം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തൊരു സാധനമാണ് അത്. പക്ഷേ എങ്ങനെ വന്നിട്ടുണ്ടോ അത് പറയേണ്ടത് പ്രേക്ഷകരാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി കണ്ട ശേഷം ബാക്കി പറയാം. അതെ, തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട ശേഷം നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ.